നീറ്റ് എക്സാം ഇല്ലാതെ അസിസ്റ്റൻറ്റ് സർജൻ ആകാൻ പറ്റുമോ, അസിസ്റ്റൻറ്റ് സർജൻ സ്കോപ്പ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ദിയ ചോദിച്ചിട്ടുണ്ട്. ദിയ, ഈ അസിസ്റ്റൻറ്റ് സർജൻ എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിൽ എനിക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഒരുപക്ഷെ ദിയ ഉദ്ദേശിച്ചത് നമ്മുടെ സർജനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു റോളിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അതിന് നീറ്റ് നിർബന്ധമില്ല. കാരണം ഇപ്പോൾ BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജി ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ പഠിച്ചാലും നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഒരു സർജനെ അസിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ റോളുകളിലേക്ക് എത്താൻ പറ്റും. ഇനി അസിസ്റ്റൻറ്റ് സർജൻ എന്ന് നമ്മൾ സാധാരണ ഒരു ചീഫ് സർജനെ അസിസ്റ്റ് ചെയ്യുന്ന ജൂനിയർ സർജനെ നമ്മൾ അസിസ്റ്റൻറ്റ് സർജൻ എന്ന് പറയാറുണ്ട്. ആ ഒരു റോളാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതിന് നമ്മൾ നിർബന്ധമായും നീറ്റ് എഴുതി MBBS പഠിച്ച് അതിനുശേഷം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പോവുക തന്നെ വേണം. ഈ രണ്ട് റോളുകളും രണ്ടാണ്. അപ്പോൾ അതിലെന്താണ് ദിയ ശരിക്കും ഉദ്ദേശിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. ഒരു BSc കോഴ്സ് നമുക്ക് നീറ്റ് ഇല്ലാതെ പോകാൻ പറ്റും, പക്ഷെ അതൊരിക്കലും ഒരു ഡോക്ടർ പദവിക്ക് തുല്യമല്ല എന്നുള്ളതും, അഥവാ ഇനി ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറിൻ്റെ ലെവലിലേക്ക് എത്തും, അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിച്ച് കളയരുത്. BSc ഈസ് ഓൾവേസ് BSc. ഇനി നിങ്ങൾ ഒരു ഡോക്ടർ ആകാനാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരു ലെവൽ പോകണം എന്നുണ്ടെങ്കിൽ നീറ്റ് എഴുതുക, MBBS കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം സ്പെഷ്യലൈസ് ചെയ്യുക, ദെൻ ഗോ അഹെഡ്, കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.